5, 4, 3, 2. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ സീനിയേഴ്സിനെ കാണാനാണ്. സീനിയേഴ്സ് എന്ന് പറയുന്നത് നല്ലത് സീനിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഐക്യയിലാണ്. ഐക്യ പോയിട്ട് അത്രയും നല്ല ഇന്റീരിയേഴ്സിൽ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തില്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെ കിട്ടിയ നല്ല ബാക്ക്ഗ്രൗണ്ട്സിലൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എൽവിയും വലിയ കാര്യമായിട്ട് ആ ലൈറ്റ് കത്തിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ നമ്മുടെ ഗെയിമേഴ്സിന്റെ ആ ഒരു ഡ്രീം ഇന്റീരിയറിലോട്ടാണ് നമ്മൾ എത്തിയേക്കണത്. ആ ലൈറ്റ് കത്തിച്ചപ്പോൾ എന്റെ മുഖത്തുണ്ടായ ആ ഒരു പ്രകാശം നിങ്ങൾ കാണാതെ പോകരുത്. ഡെമോ പ്ലേ ബട്ടൺ വരെ ഉണ്ട് അവിടെ. അത് ഡെമോ ആണെങ്കിലും ഒറിജിനൽ സ്വന്തമാക്കാൻ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ആവശ്യമാണ്. നോട്ട് ദ പോയിന്റ്. ടോയ് സെഷനിൽ എത്തിയാൽ പിന്നെ എല്ലാ ടോയും ഒന്ന് പിടിച്ച് നോക്കിയില്ലെങ്കിൽ അതൊരു സമാധാനക്കുറവല്ലേ? അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സ്വീഡിഷ് ചീസ് കേക്ക് കഴിക്കാനായിട്ടാണ്. ചീസ് കേക്കൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലായി. അപ്പോഴാണ് എൽവിന്റെ ഉള്ളിലുള്ള കുട്ടിത്തം പുറത്തിറക്കിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡെക്കാത്തലോണിലോട്ട് പോയി. ഷെടാ എവിടെ പോയാലും ഇവന് തന്നെ അവസ്ഥ. അങ്ങനെ യാദൃശികമായി ഡെക്കാത്തലോൺ ആനിവേഴ്സറി ചാലഞ്ചിൽ പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു പ്ലാങ്ക് ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തു. 5, 4, 3, 2, 1. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു 1 മിനിറ്റ് പ്ലാങ്ക് ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മെഡലൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഒതന്റിക് അറേബ്യൻ മട്ടൻ മന്തിയൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എന്നാ പിന്നെ ചാർമിനാറും കൂടെ കണ്ടിട്ട് പോവാം എന്നൊരു തീരുമാനത്തിൽ എത്തണത്. ആ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി. ആ തീരുമാനം എടുക്കാൻ കാരണം ദേ ഷാരൂഖ് ഖാൻ കളിച്ച് നിൽക്കണ മുതലിനെ ചാർമിനാർ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നല്ല പെരുമഴയത്തുള്ള ചാർമിനാറും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. മഴയുടെ ആഘാതം എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് ആ ഒഴുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ മഴയത്തുള്ള ചാർമിനാറും കണ്ടു. എന്റെ പുതിയ ഷൂ വെള്ളത്തിൽ മുക്കി കുളിപ്പിച്ച് അങ്ങോട്ട് എടുത്തു. അങ്ങനെ മഴയൊക്കെ തോർന്ന ഒരു ചായയും മസ്കാബണൊക്കെ കഴിച്ച് ആ ഒരു ഡേ അങ്ങോട്ട് അവസാനിപ്പിച്ചു.